ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അടിപൊളി ടേസ്റ്റിലുള്ള ഹലുവയുടെ റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിലുള്ള 4 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഹലുവ ഉണ്ടാക്കാനായിട്ട്. അതുപോലെ ഒരു പ്രിസർവേറ്റീവ്സ് ചേർക്കാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹലുവയാണിത്. അപ്പോൾ നമുക്ക് ഈ ഹലുവ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനു മുമ്പായി ഐഡിയാസ് ഓഫ് തെരസ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായിട്ട് നമുക്ക് ഈ ഹലുവ ഇടാനുള്ള ബൗൾ സെറ്റാക്കാം. അതിനായിട്ട് കുറച്ച് കാഷ്യൂനട്ട് നെയ്യിൽ ഫ്രൈ ആക്കാം. ഫ്രൈ ആക്കിയിട്ട് പിന്നെ അത് ചെറിയ പീസാക്കുക. പിന്നെ ഈ ബൗളിൽ നെയ്യ് ഫുള്ള് തടവി കാഷ്യൂനട്ട് ഫ്രൈ ആക്കിയത് ഇതുപോലെ കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നീട് വെളുത്ത എള്ള് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഹലുവ ഇടാനുള്ള ബൗൾ സെറ്റായി. നെക്സ്റ്റ് നമുക്ക് ഹലുവ ഉണ്ടാക്കാനുള്ള മെയിൻ ആയിട്ടുള്ള ബീട്രൂട്ട് എടുക്കുക. 3 മീഡിയം സൈസ് ബീട്രൂട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ പീൽ ചെയ്ത് വെക്കുക. പിന്നീട് 3 ബീട്രൂട്ടിലേക്ക് 3 ശർക്കരയാണ് എടുക്കുന്നത്. ബീട്രൂട്ട് ഇതുപോലെ പീസാക്കി മിക്സിയുടെ ബൗളിലിട്ട് വെള്ളം ചേർക്കാതെ ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുക. പിന്നീട് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഫൈനായി അരച്ചെടുക്കണം. ഫൈനായി അരച്ചെടുത്ത ബീട്രൂട്ട് ഇതുപോലെ സ്ട്രെയിൻ ചെയ്തെടുക്കുക. പിന്നെ വീണ്ടും ഞാൻ സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്. തരികൾ തീരെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടി സ്ട്രെയിൻ ചെയ്യുന്നത്. ആ സ്ട്രെയിൻ ചെയ്യുന്നത് നമ്മൾ ഹലുവ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന പാത്രത്തിലാക്കുക. നെക്സ്റ്റ് വേണ്ടത് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ 4 ടേബിൾ സ്പൂൺ ആണ് എടുക്കുന്നത്. കോൺഫ്ലവർ ഇതുപോലെ നേരിട്ട് ബീട്രൂട്ട് മിക്സിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ആക്കി എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അടുത്തതായി ചെയ്യേണ്ടത്, നമുക്ക് 3 ക്യൂബ് ശർക്കര ആദ്യം എടുത്തിരുന്നില്ലേ, അത് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പാനിയാക്കണം. ഇനി നമുക്ക് ഹലുവ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ബീട്രൂട്ട് കോൺഫ്ലവർ മിക്സ് അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം. മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. അതായത് നമ്മൾ ആദ്യം ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുമ്പാണ് ബീട്രൂട്ടും കോൺഫ്ലവറും മിക്സ് ചെയ്തെടുക്കേണ്ടത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ നമ്മുടെ ശർക്കര പാനിയാക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ കുറച്ച് വറ്റി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഏലക്കായ ഞാൻ പഞ്ചസാരയിലിട്ടിട്ട് മുന്നേ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതിൽ നിന്ന് ഒരു 1/4 ടീസ്പൂണാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇനി കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കട്ട കെട്ടാതെ ഇരിക്കാനാണ് നമ്മളിങ്ങനെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇളക്കുന്നതാണ് നമ്മുടെ ഇതിൻ്റെ മെയിൻ പണി എന്ന് പറയുന്നത്. പിന്നീട് കുറച്ചുകൂടി വറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം നമ്മൾ അത് വറ്റുന്നതിനനുസരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഫ്രൈ ആക്കിയ കാഷ്യൂനട്ട് ചെറിയ പീസാക്കിയതിന് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
പിന്നെ ഏലക്കായ പൊടിച്ചത് 1/2 ടീസ്പൂൺ കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. പിന്നെ കാഷ്യൂനട്ട് ഫ്രൈ ആക്കി ബാക്കി വന്ന നെയ്യ് കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ടോട്ടൽ 4 ടേബിൾ സ്പൂൺ നെയ്യാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. പാനിൽ നിന്ന് വിട്ടു വരുന്ന പാകമാകുന്നത് വരെ നമുക്കിതുപോലെ തുടരെ ഇളക്കി വറ്റിക്കണം. പാനിൽ നിന്ന് വിട്ടു വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പാനിൽ നിന്ന് വിട്ടു വരുന്ന പാകമായി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ നെയ്യ് പുരട്ടിയ ആ ബൗളിലേക്ക് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുക. ചൂടാറിയതിന് ശേഷം ഈ ബൗളിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് നമുക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്ത് യൂസ് ചെയ്യാം. കണ്ടോ, നല്ല പെർഫെക്റ്റായി കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രീതിയിൽ തന്നെ ഹലുവ വന്നിട്ടുണ്ട്. അതുപോലെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നതും അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ ഈ ഹലുവയ്ക്ക്. പിന്നെ ഒരു പ്രിസർവേറ്റീവ്സും ചേർത്തിട്ടില്ല. നല്ല ഹെൽത്തി ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഈ ഹലുവ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് പുറത്തുനിന്ന് വാങ്ങാതെ ഹലുവ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കുട്ടികൾക്കും മുതിർന്നവർക്കും ഈ ഹലുവ കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.